നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് വാസവന് ശ്രീകാന്തിന്റെ കോളറിനോട് കുത്തിപ്പിടിച്ചു. എടാ, നീ പുളിക്കനെ വിളിച്ച് എന്തിനാന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞു. അതാണോ സാറിന് അറിയണ്ടേ? സാറേ, നാട് റോഡാണ്, അറിയാലോ. ഇവിടെ എവിടെയൊക്കെ ക്യാമറ ഉണ്ടെന്ന് അറിയത്തില്ല. ഭാവി MLA ആണ്, അറിയാലോ. ജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് MLA. പിന്നെ എന്നും പറഞ്ഞോണ്ട് ഇപ്പൊ എന്റെ നേരെ തിരിഞ്ഞാണ്ടല്ലോ സാറ് വിവരം അറിയുന്ന ആളെ. കാരണം CCTVയിൽ ഇതൊക്കെ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവി MLAയുടെ ഗുണ്ടായിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഓരോ കഥകളങ്ങ് കെട്ടി ചമയ്ക്കും. അതിന്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വാസവന്റെ പിടി കഴിഞ്ഞു. അപ്പോഴേക്കും ശ്രീകാന്ത് ഭയങ്കര ധൈര്യത്തോടു കൂടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പുള്ളിക്കൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കോൾ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ എൻ്റെ പക്കലുണ്ട്. ഞാനത് വേണ്ടപ്പെട്ട സമയത്ത് കോടതി ഹാജരാക്കും. എന്തിനാണെന്നറിയോ? തെളിവിന് വേണ്ടിയിട്ട്. ഈ പറയുന്ന വാസവനും ശ്രീനിവാസനും വരുണിന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സംശയിക്കുന്നുണ്ടെന്നും തന്നെ ഇല്ലാതാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പുള്ളിക്കൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് കോടതി ഹാജരാക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസനും വാസവനും ഒക്കെ ദേഷ്യത്തോടെ ശ്രീകാന്തിനെ നോക്കുവാണ്. ആ സമയത്ത് ശ്രീകാന്ത് ഭയങ്കര കൂസലില്ലാതെ വന്നിട്ട് ശ്രീനിവാസന്റെ മുന്നിൽ നിന്നിട്ട് പറഞ്ഞു, ശ്രീനിവാസ് സാറേ, ഈ പറയുന്ന പുളിക്കനായിരുന്നു ഏക ദൃക്സാക്ഷി. അയാളാണ് വിളിച്ചു പറഞ്ഞ് വരുണിനെ കൊന്ന ആരാ എന്താന്നൊക്കെയുള്ള സത്യങ്ങള്. ദൃക്സാക്ഷിയെ മരിച്ചു പോയിട്ടുള്ളൂ. കൊലയാളി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നറിയാലോ. ശ്രീനിവാസന് തൻ്റെ എതിരാളിയായ വാസവന് വേണ്ടിയിട്ട്, അല്ല, വാസവനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അയാളുടെ മകനെ കൊന്നു. അതാണ് ഇനി അറിയാൻ പോകുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീനിവാസന് ദേഷ്യമായി. ശ്രീനിവാസൻ അങ്ങ് ചെന്നിട്ട് അവൻ്റെ കോളറോട് കയറി കുത്തിപ്പിടിച്ചു. എന്താടാ നായ നീ പറഞ്ഞത്? എടാ, ശ്രീനി കുറെ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്, കൊല്ലും കൊലയൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. എനിക്ക് നിന്റെ ഔദാര്യമൊന്നും വേണ്ട. നീ എന്താ ചെയ്യുന്നെങ്കിൽ നീ ചെയ്യുക. നീ കോടതി കൊണ്ട് എന്താന്ന് വെച്ചാൽ കാണിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ പിന്നെ ശ്രീനിവാസൻ വെറുതെ നിന്നെ വിടില്ല എന്ന് പറഞ്ഞു. നിരപരാധിയായ വിക്രത്തിന്റെ തലയിലേക്ക് ഇത് കെട്ടി ചമച്ച് വെച്ചിട്ട് നിനക്ക് രക്ഷപ്പെടാനാ ഭാവമെങ്കിൽ എന്നും പറഞ്ഞിട്ട് ആ വണ്ടിയിലേക്ക് അവൻ്റെ തല ബോട്ടിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അങ്ങ് ഞെരിക്കണം. അപ്പോഴേക്കും വാസവും വന്ന് തടഞ്ഞു. വിട്ടേക്ക് ശ്രീനി, ഇപ്പം ഇവൻ എത്രത്തോളം വരെ പോകുന്നറിയാലോ. എന്നിട്ട് ശ്രീകാന്തനോട് പറഞ്ഞു, നീ ഉദ്ദേശിച്ച വല്ല ആളെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരു കാര്യമുണ്ട്, എങ്ങാനും നിനക്ക് ഇതിനകത്ത് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വാസവന് അധികാരമൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കും. പിന്നെ അറിയാലോ എന്താ ചെയ്യണേന്ന്. നിന്നെ ഞാൻ ആൾക്കൂട്ടത്തിന് നടുവിലിട്ട് ഞാൻ തീർക്കും. നിന്റെ കഴുത്തറുത്ത് നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ഈ അധികാരമൊന്നും പിന്നെ എനിക്ക് ആവശ്യമായിട്ട് വരില്ല എന്ന് പറഞ്ഞു. അതിന് ഞാൻ മടിക്കില്ല. നീ കരുതിയിരുന്നു എപ്പോഴേത് നിമിഷം വേളും എന്ത് സംഭവിക്കാമെന്ന് പറഞ്ഞു. ശ്രീനി പറഞ്ഞുകൊണ്ട് ശ്രീനിവാസനും വാസുവിനും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീകാന്ത് വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് ചന്ദ്രശേഖരനെ വിളിക്കുകയാണ്. അച്ഛനിത് എവിടെയാന്ന് ചോദിച്ചു. ഞാനിപ്പോഴും ബാറില്ല, ഞാനിതേ വരുവാന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. ഇവനിത് എന്ത് പറ്റിയെന്നൊക്കെ ചന്ദ്രശേഖരൻ ആലോചിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് ചന്ദ്രശേഖരൻ്റെ അടുത്തേക്ക് എല്ലുവാണ്. ചെന്നപാടി ടേബിളിലിരുന്ന് മദ്യം എടുത്ത് ഒറ്റ വലിക്ക് കുടിക്കുകയാണ്. അത് കണ്ടപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു, എടാ നിനക്ക് വേണ്ടാന്ന് പറഞ്ഞ് നീ പോയതല്ലേ, പിന്നെ എന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് തിരികെ വന്നേന്ന് ചോദിച്ചു. അച്ഛാ, ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പ്രശ്നമോ? എന്ത് പ്രശ്നം? പിന്നീടാണ് ശ്രീകാന്ത് ആ കാര്യം പറയണേ. വഴിക്ക് വെച്ച് വാസവനെ ശ്രീനിവാസനെ കണ്ട കാര്യങ്ങളും വെല്ലുവിളി നടത്തിയതും എല്ലാ കാര്യങ്ങളും പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു, എടാ നിന്റെ കയ്യിലല്ലേ പിടിപ്പേട്, നീ എന്തിനാടാ വെല്ലുവിളിക്കാനൊക്കെ പോയത്? അത് മാത്രമല്ല, നിനക്കൊരു കാര്യം അറിയാലോ, മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിക്കണം, താഴ്ന്നു കൊടുക്കേണ്ടടുത്ത് താഴ്ന്നു കൊടുക്കണം, പിന്നെ ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിച്ചേ മതിയാവുള്ളൂ, അല്ലാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതൊക്കെ നമ്മുടെ ഓരോ തന്ത്രങ്ങളായിരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവർക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അയാൾ പറഞ്ഞ പോലെ ഒരു പക്ഷേങ്കിൽ ഈ വാസവന് ജയിച്ച് MLA ആവുമെന്ന് അറിയത്തില്ല. 100% അങ്ങനെ ആവാനാണ് ചാൻസ്. ഇനി ഇപ്പം അല്ലാതെ ശ്രീനിവാസൻ എങ്ങാനും MLA ആയാലും നമുക്ക് പണിയാണ്. വാസവൻ MLA ആയാലും ശ്രീനിവാസൻ MLA ആയാലും അവർ രണ്ടുപേരും ഒന്നിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോഴും അവർ ഒന്നിച്ചെന്നാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ ആ അനിയൻകുട്ടൻ എവിടെയെന്ന് അവർ കണ്ടെത്തും. അവരുടെ വായിൽ നിന്ന് തന്നെ സത്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യും. അനിയൻകുട്ടൻ സത്യങ്ങളൊക്കെ വിളിച്ചു പറയും, ഞാനും നീയും ചേർന്നിട്ടാണ് പുളിക്കനെ ഇല്ലാതാക്കിയെന്നുള്ള കാര്യം. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാസവൻ വെറുതെ ഇരിക്കുമോ? ഒരു കാരണവശാലും വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പേടിയോടുകൂടി ശ്രീകാന്ത് ചോദിച്ചു, ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്നോ? അതിനൊക്കെ ഒരു മാർഗമുണ്ട്. എന്ത് മാർഗം? എടാ, നീ പണ്ടൊരു വീഡിയോയുടെ കാര്യം പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യാനല്ലേ? അതെ, ആ ചാനലുകാരെ വിളിച്ചിട്ട് ആ വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ. അപ്പം വിക്രത്തിൻ്റെ വേദയുടെ ഒരു വീഡിയോ ആയിരുന്നു. അത് അപ്ലോഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളൊക്കെ നടക്കും. നമ്മളിപ്പോൾ കൈയും കെട്ടി നോക്കിയിരുന്നാൽ മാത്രം മതി. പിന്നെ വേണ്ടത് വേണ്ട പോലെ തന്നെ നമുക്ക് കണ്ടെത്താമെന്നൊക്കെ പറയുകയാണ്. നീ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലടാ.
ഇനിയിപ്പോൾ ആ അനിയൻകുട്ടനെയും വിക്രത്തെ വേദയൊക്കെ അവർ കണ്ടെത്തുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ വേണ്ട നടപടികളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തനെ ആശ്വസിപ്പിക്കുകയാണ് ചന്ദ്രശേഖരൻ. ഇതേ സമയം വിക്രം വേദയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ വേദം മൂടിപ്പൊതിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. വേദയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്ന് അച്ഛൻ്റെ അടുത്തേ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു. അച്ഛൻ എന്തൊക്കെയോ സിദ്ധിയുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടേക്കൊന്നും പറയണ്ട, അല്ലാതെ തന്നെ പല കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും അച്ഛൻ എത്രമാത്രം അത്ഭുത സിദ്ധിയുള്ള ആളാന്ന്. ഇതൊക്കെ കേട്ടിട്ടും വേദ പതുക്കെ ഒന്ന് ചിരിക്കുക മാത്രമേ ഇതേ എന്ത് പറ്റിയ മുഖത്തൊന്നൊരു തെളിച്ചമില്ലാത്തതെന്ന് ചോദിച്ചു. പനിയാന്ന് പറഞ്ഞു. പനിയോ? വിക്രം നോക്കി, ശരിയാണല്ലോ, അത് ഒരു കാര്യം ചെയ്യാം, ഞാൻ പെട്ടെന്നൊരു തിരിച്ചിൽ നനച്ച് എന്തേലും നെറ്റിയിലിടാന്ന് പറഞ്ഞു. വേണ്ട, വിക്രൻ്റെ അടുത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അടുത്തിരുന്നാൽ മതിയോ? അതെ, എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് കഞ്ഞി ചൂടാക്കി തരാമെന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാന്ന്? അനിയൻകുട്ടനും കൊടുക്കണ്ടേ, നമുക്ക് കഴിക്കണ്ടേ, കുറച്ച് കഴിഞ്ഞിട്ട് മതി, വിക്രൻ്റെ അടുത്തിരിക്കാൻ പറഞ്ഞുകൊണ്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് വേദ ഇച്ചിരിയോടെ ചേർന്ന് കിടക്കണം. വിക്രത്തിന് സന്തോഷമുള്ള കാര്യമായിരുന്നു. വേദയുടെ മുടിയിഴകളിലൊക്കെ ഒക്കെ തലോടി വിക്രമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പം വേദയ്ക്ക് വേണ്ടി വിക്രം ഗ്ലാസ് കാപ്പിയൊക്കെ കൊണ്ടേ കൊടുത്തു. എന്നിട്ടോട് ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചു. പനിയൊക്കെ പമ്പ കിടക്കുമെന്ന് പറഞ്ഞു. ഒടുവിൽ അങ്ങനെ അത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗീവറീസും മേരിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ വിക്രം ഇറങ്ങി ചെന്നിട്ട് വേദയ്ക്ക് പനിയാന്നുള്ള കാര്യം പറയണം. ആ സമയം മേരി വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി വേദ കൊച്ചേ, പനി പിടിച്ചോന്ന് ചോദിച്ചു. അതെ ചേച്ചി, ഇത് പ്രേമപ്പനിയാന്ന് പറഞ്ഞു. പ്രേമപ്പനിയോ? അതെ, രണ്ടുപേരും പ്രേമിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ഒരു പ്രേമപ്പനി ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇതൊക്കെ ആരാ ചേച്ചിയോട് പറഞ്ഞേ? അതെ, ഇത് പറഞ്ഞതേ പ്രകാശം വാഗത്താനോ എന്ന് പറഞ്ഞു. അതാരാ? ഓ, അയാളെക്കുറിച്ച് അറിയത്തില്ലേ? പ്രശസ്തനായ നോവലിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു നോവലുണ്ട്, പെറ്റുകൂട്ടിയ മയിൽപ്പീലുകൾ. എന്താ പെറ്റുകൂട്ടിയ മയിൽപ്പീലുകളോ? അതെ എൻ്റെ പൊന്നെ, അതൊക്കെ ഒന്ന് വായിക്കണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് ഓരോ വാക്കുകളൊന്ന് കേൾക്കണം. രണ്ടുപേര് തമ്മിൽ ജോയിച്ചനും ഷിൻസിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അവർ ഒളിച്ചോടി പോയതാ. അങ്ങനെ ഒളിച്ചോടി പോയിട്ട് കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് അവരുടെ പ്രണയങ്ങളെങ്കിലും അവർക്ക് ഒരാൾക്കൊരാളെ എത്രമാത്രം ഇഷ്ടമാണെന്നുള്ള സത്യങ്ങളൊക്കെ അവർ തിരിച്ചറിയുന്നത്. ആ സമയത്ത് ഷിൻസിക്ക് വലിയൊരു പനി വന്നു. ആ സമയം ഷിൻസി ജോയിച്ചിൻ്റെ പ്രേമമൊക്കെ തിരിച്ചറിഞ്ഞെന്നൊക്കെ പറയാണ്. പ്രേമത്തിൻ്റെ മാലാഹ അവരുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു. പ്രേമത്തിൻ്റെ മാലാഹയ? അതെ, അതുപോലെ ഒന്നാണ് ഇപ്പോൾ കൊച്ചിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. പ്രേമത്തിന് മാലാഹയുണ്ടോ ചേച്ചിന്ന് ചോദിച്ചു. പിന്നല്ലാതെ എല്ലാത്തിനും മാലാഹയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വിക്രം വന്നിട്ട് പറഞ്ഞു, വേദേ എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേദ പറഞ്ഞു, പോയിക്കോ, ഞാൻ ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞു. വേണ്ട വിക്രം വരണ്ട, അതെ കഞ്ഞിയെടുത്ത് കുടിക്കണം, അതൊക്കെ ഞാൻ കുടിച്ചോളാം, അനിയൻകുട്ടനെ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ യാത്ര പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി. ഈ സമയത്ത് മേരി പറഞ്ഞു, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും പോകുന്നുള്ളൂ, ഞാനേ വേദക്കൊച്ചിനോട് ഇച്ചിരി സമയം സംസാരിച്ചിരിക്കാന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, അല്ല അങ്ങനെ താമസിച്ചാലും പ്രശ്നമില്ലേ, ഇച്ചിരിയൊക്കെ താമസിച്ച് എന്നാലും ഒരു കുഴപ്പമില്ലെന്നേ, കൊച്ചിവിടെ ഇരിക്കുക, നമുക്ക് കുറച്ചു നേരം സംസാരിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് വേദയുടെ തലയെ തൊട്ട് കൈവച്ചിങ്ങനെ ഒരു പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. വേദ വെച്ച് ഇതെന്തിനാ? അതെ, പ്രേമത്തിൻ്റെ മാലാഹ വന്നിരിക്കുമല്ലേ, പനികളൊക്കെ പെട്ടെന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് മേരി. കുറച്ച് കഴിഞ്ഞപ്പോൾ മേരി അങ്ങനെ തോട്ടത്തിലേക്ക് ചെല്ലുവാണ്. ആ സമയം ജോബി ചോദിച്ചു, അല്ല എന്തേ മേരി ചേച്ചി, ഇന്ന് വേദ എന്തേന്ന് ചോദിച്ചു. അവൾക്ക് പനിയാന്ന് പറഞ്ഞു. പനിയോ? അതെ, എന്തോ കണ്ണ് ദോഷം കിട്ടിയതാന്ന് തോന്നിയെന്ന് പറഞ്ഞു. ആരോ കണ്ണ് വെച്ചിട്ടുണ്ട് ആ കൊച്ചിനെന്ന് പറഞ്ഞു. ആര് കണ്ണു വെക്കാനായിട്ട്? ആരാന്ന് ആര് കണ്ടു എന്നൊക്കെ പറഞ്ഞ് മേരി അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് ജോബി എന്ത് ചെയ്തു, ഫോണിനകത്ത് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ന്യൂസ് കാണുന്നത്. ഒരു ന്യൂസ് ചാനലിനകത്ത് വന്നേക്കുന്ന വാർത്ത, ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ്റെ മകൾ വേദയും അതുപോലെ തന്നെ സുധാകര മാഷിൻ്റെ മകൻ വിക്രവും ഒളിച്ചോടിയ കഥ. 1 വർഷം മുമ്പ് അവർ കല്യാണം കഴിച്ചതായിരുന്നു. പക്ഷേ എങ്കിൽ ജഡ്ജിയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തോട് ഒട്ടും താല്പര്യമായിരുന്നില്ല. ഗുണ്ടയായ വിക്രമനെയാണ് കല്യാണം കഴിച്ചത്. ബലമായിട്ടുള്ള താലികെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഇലക്ഷൻ പ്രചരണത്തിനിടയ്ക്ക് വാസവൻ്റെ മോനെ വരുണിനെ കുത്തി കൊലപ്പെടുത്തുകയോ ചെയ്ത് അങ്ങനെയുള്ള പ്രചരണം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിടിക്കപ്പെടാതിരിക്കാണ്ട് രണ്ടുപേരും ഒളിച്ചോടി എന്നുള്ള വാർത്തയൊക്കെ. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ പ്ലാന്റേഷൻ മാനേജർ ജോബിച്ചിന് ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഈ സമയത്ത് വിക്രവും ഗീവറൈസും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് കാര്യസ്ഥൻ അങ്ങോട്ടേക്ക് വന്ന് പറയുന്നത്, അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ശരി ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു. 2 പേരെയും വിളിക്കണേന്ന് പറഞ്ഞു. ആ സമയം ഗീവറൈസ് പറഞ്ഞു, വിക്രം വാ പോവാന്ന് പറഞ്ഞു. അതെ, ഇതും കൂടെ തീർത്തിട്ട് ഞാൻ അങ്ങോട്ട് കയറി വന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഗീവറൈസ് എന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്തേ അയാൾ എന്തിയെന്ന് ചോദിച്ചു. ഇപ്പം തന്നെ വരു വെച്ചു, അയാളും കൂടെ വരട്ടെ എന്നിട്ടാട്ടെ എന്ന് പറഞ്ഞു. ആ സമയം അനിയൻകുട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു.
ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും വിക്രം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനെ TV അങ്ങോട്ട് വെച്ചു. അപ്പം ഇലക്ഷൻ്റെ വോട്ടെണ്ണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒടുവിലാണ് ആ കാര്യങ്ങളൊക്കെ വാർത്തയ്ക്കകത്ത് കേൾക്കണേ. 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ വാസവൻ ജയിച്ചെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം ഞെട്ടലോട് കൂടിയിട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.